Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you everybody? I hope all of you are doing well. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടന്നുപോകുന്ന ചലഞ്ചസ് ഭയങ്കരമാണ്. You know, the challenges that you are going through these days are immense. ഈ വർഷം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വേദനകൾ വലുതാണ്. The pains that you are going through in this year is great. എന്നാൽ ഇത് നിങ്ങളെ നശിപ്പിക്കാനല്ല. But it is not for your destruction. ഇത് നിങ്ങളെ ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നു. It's for your upliftment. Trials are not punishment. ശോധനകൾ ശിക്ഷയല്ല. They are preparation. അത് ഒരുക്കമാണ്. ജീവിതത്തിലെ ശോധനകൾ ഒരു ശിക്ഷയല്ല. The trials in your life is not punishment to you. അത് നമ്മളെ ഒരുക്കിയെടുക്കുന്നതാണ്. No, it prepares you. നിങ്ങളുടെ ജീവിതത്തിലെ ട്രയൽസ് വരുമ്പോൾ, As trials come into your life, എന്നെ കർത്താവ് തള്ളി, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്ന് പറയരുത്. do not say the Lord has forsaken me or people have rejected me. അത് ഒരു പ്രിപ്പറേഷന് വേണ്ടിയാണ്. It is for a preparation. ദൈവം നമ്മെ തീയിലേക്ക് ഇടുന്നത് The reason why the Lord allows you to go through fire നമ്മെ നശിപ്പിക്കാനല്ല, is not to destroy you, നമ്മെ ശുദ്ധീകരിക്കാനാണ്. is to refine you. God does not put you in the fire to destroy you. നിങ്ങളെ നശിപ്പിക്കാനല്ല ദൈവം നിങ്ങളെ തീയിൽ ഇടുന്നത്. He puts you in the fire to refine you. നമ്മെ തീയിലേക്ക് പ്രവേശിപ്പിക്കാൻ, നമ്മളെ ശുദ്ധീകരിക്കാനാണ്. Moses waited 40 years in the desert before he led a nation. മോശ ഒരു ജനതയെ നയിക്കുന്നതിന് മുന്നേ 40 വർഷക്കാലം മരുഭൂമിയിലായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രിപ്പറേഷൻ ടൈമാണ്. ഒരു റിവൈവലിന് വേണ്ടി ദൈവം നിങ്ങളെ പ്രിപ്പയർ ചെയ്യും. It is a time of preparation in your life. The Lord is going to use you, prepare you for a revival. Trials are not punishment, they are preparation. ശോധനകൾ ശിക്ഷയല്ല, അത് ഒരുക്കമാണ്. എത്ര പേര് അത് വിശ്വസിക്കുന്നു? How many of you believe that? ദാനിയേലിന്റെ ജീവിതത്തിലെ ശോധനകൾ, The trials in the life of Daniel. സിംഹക്കുഴികൾ, Oh, as he was put in the lion's den, അവന്റെ വിശ്വാസം പ്രൂവ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. it was an instance which could prove the faith that he had. പൗലോസിന്റെ ജീവിതത്തിൽ അനേക ശോധനയിലൂടെ പോയി. Paul went through many trials in his life. കപ്പൽ ഛേദങ്ങൾ, He encountered shipwrecks. ഉപദ്രവങ്ങൾ, He underwent persecution. തടവറകൾ, He went in prison. റിജക്ഷൻസ്, He suffered rejection. പട്ടിണികൾ. He was starving. ഈ ശോധനയിലൂടെ കടന്നുപോയി. As he went through these trials, പക്ഷേ ഈ ശോധനകൾക്ക് പൗലോസിനെ തളർത്താൻ പറ്റിയില്ല. these trials were not able to weaken Paul. പൗലോസിന്റെ എല്ലാ ട്രയൽസും, All the trials that Paul underwent, അവനെ അടിക്കടി ഉയർത്തിക്കൊണ്ടിരുന്നു. step by step, it uplifted him. നിങ്ങളുടെ ജീവിതത്തിലെ പ്രിപ്പറേഷൻ സീസണാണ്. Oh, it is a preparation season in your life. നിങ്ങളുടെ ശോധന അല്പനേരത്തേക്കേ ഉള്ളൂ. Your trials are only for a little while, എന്നാൽ നിങ്ങളുടെ സാക്ഷ്യം എന്നേക്കും നിലകൊള്ളുന്നു. but your testimony is everlasting. നിങ്ങളുടെ ശോധന കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. Your trials are only for a moment, എന്നാൽ അതിനേക്കാൾ വലുത് നിലനിൽക്കുന്ന ഒരു സാക്ഷ്യം നിങ്ങൾ പറയാൻ പോകും. but much more important than that is the testimony that is going to prevail for a long time. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe you understood me. ഇപ്പോൾ പോകുന്ന കഷ്ടം, The trials that you are going through right now, ശോധന, the trials that you are undergoing right now, അല്പകാലത്തേക്കേ ഉള്ളൂ. it's only for a little while. എന്നാൽ But നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നീണ്ട വർഷത്തെ ടെസ്റ്റിമണി തരാൻ പോവുകയാണ്. God is going to give you a testimony which you're going to testify for long. ആമേൻ. എബ്രായ ബാലന്മാർ തീയിൽ പോയി. The Hebrew boys were put in the furnace. ഒരു ഷോർട്ട് ടൈം, It was only for a moment. എന്നാൽ ലോങ് ടൈം ടെസ്റ്റിമണി ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും. But people are testifying about the miracle for a long time. അത് നിന്നുപോയില്ല. No, it has not come to an end. നിലനിൽക്കുന്ന ഒരു ടെസ്റ്റിമണി. It is an everlasting testimony. അങ്ങനത്തെ ഒരു സൗഖ്യം, Oh, such kind of a healing. ഇതെല്ലാം കർത്താവ് തരുന്നു. The Lord is going to grant it all ഞാൻ to you. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I am about to pray for you. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. I pray for these people. ഈ ട്രയൽസ്, These trials, ആമേൻ, ഇതൊരു ഉയർച്ചയ്ക്ക് വേണ്ടി, പ്രിപ്പറേഷന് വേണ്ടിയാണ്. Lord, we understand that it is for an upliftment and for a ഈ preparation. ജനത്തെ അനുഗ്രഹിക്കണം. Lord, bless these people. അങ്ങ് അവരെ ടച്ച് ചെയ്യണം. Lord, touch them. അങ്ങയുടെ മഹിമ ഇറങ്ങണമേ. May your glory descend, O Lord. അത്ഭുതം ചെയ്യണമേ. Lord, do a miracle. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. God bless you. ജനുവരി 26 രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മെലക് പ്രയർ ടവറിൽ
ഒരു നോൺ സ്റ്റോപ്പ് പ്രയർ നടത്തുന്നു. നമ്മുടെ ഭാരതം അനുഗ്രഹിക്കപ്പെടണം, സ്വസ്ഥതയും സമാധാനവും ലഭ്യമാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൈകോർക്കാം. ഗോഡ് ബ്ലസ് യു. God bless you. There's a prayer happening on January 26th that happens from 6 in the morning till 6 in the evening. It's a non-stop prayer. Let's pray for the blessing, comfort and peace of our nation India. Come and let's pray together. God bless you.